പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലൂർദ് മാതാവിന് ഏറ്റവും പ്രിയം നിറഞ്ഞ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുമേ, ബൈബിളിൽ അവസാനത്തെ പുസ്തകമാണ് വെളിപാട്. വെളിപാട് പുസ്തകം മുഴുവനും വിശുദ്ധ യോഹന്നാന് ലഭിച്ച ദർശനങ്ങളാണ്. വിശുദ്ധരില് നമ്മൾക്ക് കേൾക്കാവുന്ന രണ്ട് പദങ്ങളാണ് എസ്റ്റസിയും ദർശനങ്ങളും. വിശുദ്ധ പത്രോസിന്, വിശുദ്ധ പൗലോസിന്, ദാനിയേലിന്, യെശയ്യാക്ക് ഒക്കെ ദർശനങ്ങൾ ലഭിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകം മുഴുവനും വിശുദ്ധ യോഹന്നാന് ലഭിച്ച ദർശനങ്ങളാണ്. അതുപോലെ വിശുദ്ധ ആവിലായിലെ ത്രേസ്യ മുതലായവർക്ക് ലഭിച്ചത് എസ്റ്റസിയാണ്. എസ്റ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മീയമായിട്ടുള്ളൊരു നിർവൃതിയാണ്, സന്തോഷമാണ്. ഒരു അല്പസമയത്തേക്ക് നിലനിൽക്കുന്നതാണ്. ആവിലായിലെ ത്രേസ്യ എസ്റ്റസി, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എസ്റ്റസി എന്ന അവസ്ഥയിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്ന് ആവിലായിലെ ത്രേസ്യ തൻ്റെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദർശനങ്ങൾ ബെയാത്ത സ്പെരാൻസ ദി ജെസു 1884 ഇറ്റലിയിലെ രണ്ടാമത്തെ ബസിലിക്കയായിട്ട് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പ്രഖ്യാപിച്ച ആ വിശുദ്ധ ബെയാത്ത സ്പെരാൻസ ദി ജെസു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീതയുടെ പേരങ്ങനെയാണ്. ഞാൻ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹീതയ്ക്ക് ലഭിച്ച ദർശനങ്ങൾ അവർ നേരിട്ട് കേൾക്കുന്നവർ, കണ്ടിട്ടുള്ളവർ പറയുന്നത് പ്രകാരമാണ്. പരിശുദ്ധ കുർബാനയുടെ സമയത്തൊക്കെ യേശുവായിട്ട് നേരിട്ട് ഇദ്ദേഹം സംസാരിക്കുന്നതായിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ സഹോദരി കേട്ടിട്ടുണ്ട്, പക്ഷെ ആരും കാണുന്നില്ല. വിശുദ്ധ യോഹന്നാന് ലഭിച്ച ദർശനങ്ങൾ നമുക്ക് അത് പ്രവചനങ്ങളായിട്ട്, വെളിപാടുകളായിട്ട് ലഭിക്കുന്നു. അപ്പം ദർശനങ്ങൾ ആത്മീയമാണ്, അതീന്ദ്രിയമാണ്. അതായത് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ളതല്ല. എന്തുകൊണ്ടാണ് ദർശനങ്ങളെക്കുറിച്ച് ഇത്ര വ്യാപകമായിട്ട് ഞാൻ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, 1858 ഫെബ്രുവരി 11 മുതൽ 1858 ജൂലൈ 16 വരെ ഫ്രാൻസിലെ ലൂർദിൽ മസാബിയേൽ എന്ന ഗുഹയിൽ വിശുദ്ധ ബെർണദിത്തയ്ക്ക് ലഭിച്ച ദർശനങ്ങളാണ് ഇന്ന് ലൂർദിനെ ഇത്രയധികം ലോക പ്രശസ്തമാക്കിയ അമ്മയുടെ അനുഗ്രഹ സങ്കേതമാക്കി മാറ്റിയത്. വിശുദ്ധ ബെർണദിത്ത സാധാരണയായിട്ടുള്ള ഒരു പെൺകുട്ടി, രോഗിണിയായിട്ടുള്ളൊരു പെൺകുട്ടി, വിദ്യാഭ്യാസമില്ലാത്തൊരു പെൺകുട്ടി, മറിച്ച് ആത്മീയമായിട്ട് ഒരുപാട് ഉയർന്ന ഒരു പെൺകുട്ടി. അവൾ സഹോദരിയും കൂട്ടുകാരിയുമായിട്ട് വിറക് ശേഖരിക്കാൻ പോയപ്പോൾ ഒരരുവി കിടന്ന് വിറക് ശേഖരിക്കണമായിരുന്നു. പക്ഷെ അവൾ രോഗിയായതുകൊണ്ട് അവൾ അവിടെ തന്നെ ഒരു ഗുഹയിൽ തങ്ങി. അപ്പോൾ എന്തോ ഒരു അനക്കം കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ വെള്ളവസ്ത്രധാരിയായിട്ടുള്ളൊരു സ്ത്രീ ആകാശത്തിലെ നിറം പോലുള്ളൊരു കച്ചയും ധരിച്ച് കയ്യിൽ ഒരു ജപമാലയുമേന്തി, ഉള്ള പാദങ്ങൾ പനിനീർ പൂക്കളായിരുന്നു. ഇതാണ് ബെർണദിത്ത ആദ്യമായിട്ട് കണ്ടത്. ബെർണദിത്ത കണ്ടപ്പോൾ അവൾ ഭയപ്പെട്ടു പോയി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ജപമാല എടുത്ത് മുട്ടുമേൽ നിന്ന് ചൊല്ലിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ചരിത്രം. അപ്പോൾ അവൾ കണ്ട സ്ത്രീയും ജപമാല ചൊല്ലാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയാണെന്ന് ബെർണദിത്തയ്ക്ക് അത് മനസ്സിലായില്ല. ബെർണദിത്ത ജപമാലയും ചൊല്ലി. സ്ത്രീ അപ്രത്യക്ഷമായി ജപമാല കഴിഞ്ഞപ്പോൾ തൻ്റെ കൂട്ടുകാരിയോടും ചേച്ചിയോടും സഹോദരിയോടും വിശേഷം പറഞ്ഞു. ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് അവരാകട്ടെ അമ്മയോടും പപ്പയോടും പറഞ്ഞു. മാതാപിതാക്കൾ ഇനി അവിടെ പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ ബെർണദിത്തയ്ക്ക് ഭയങ്കര ആഗ്രഹം വീണ്ടും ആ ഗുഹയിൽ പോകാനായിട്ട്.
അങ്ങനെ മാതാപിതാക്കൾ തീർത്ഥജലവും കൊടുത്ത് അവളെ പറഞ്ഞയച്ചു എന്ന് പറയുന്നു. അവിടെ ചെന്നപ്പോൾ വീണ്ടും ആ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. വലിയ ഒരു വസ്ത്രം ശരീരം മുഴുവൻ മറയ്ക്കുന്ന ഒരു കച്ച കെട്ടിയിട്ടുണ്ട്, ആകാശ നിറത്തിലുള്ളത്. കയ്യിൽ ജപമാലയുണ്ട്. കാൽപാദങ്ങൾ പനിനീർപ്പൂക്കളെ കൊണ്ട് മറച്ചിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് സംശയിച്ച് ഇവൾ വെള്ളം തളിച്ചു എന്ന് പറയാം. തീർത്ഥജലം തളിച്ചാൽ അങ്ങനെയല്ലേ, പിശാചാണെങ്കിൽ ഇപ്പോൾ ഓടിപ്പോയിക്കൊള്ളുമല്ലോ. പക്ഷേ പരിശുദ്ധ അമ്മ അവിടെ തന്നെ നിന്നു. അപ്പോഴും പരിശുദ്ധ അമ്മയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. ജപമാല ചൊല്ലി തിരിച്ചു പോന്നു. മൂന്നാമതും ഭരണിദത്ത പോയി. അപ്പോൾ ഒരു തിരിയും കൊണ്ടുപോയി തിരി കത്തിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, പാപങ്ങൾക്ക് പരിഹാരമായിട്ട്. അങ്ങനെ പതിയെ പതിയെ ബെർണദിത്തയുടെ മാതാപിതാക്കൾ, നാട്ടുകാർ പതിയെ പതിയെ ഈ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങി. 8ാം ദർശനം 1858 ഫെബ്രുവരി 11 മുതൽ 1858 ജൂലൈ 16 വരെ 18 ദർശനങ്ങളാണ്. ഇതിൽ 8ാം ദർശനത്തിൽ എല്ലാവരും പോകുന്നുണ്ട്, പക്ഷേ ബെർണദിത്ത മാത്രമേ കേൾക്കുന്നുള്ളൂ, കാണുന്നുള്ളൂ. അവൾ വിളിച്ചു പറഞ്ഞു, അനുതാപം, അനുതാപം, അനുതാപം. അനുദപിക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് പരിശുദ്ധ അമ്മയിലൂടെ ബെർണദിത്ത കേട്ടുകൊണ്ടിരുന്നത്. 9ാം ദർശനത്തിൽ അന്നും കുറേ ആളുകൾ ബെർണദിത്തയുടെ കൂടെയുണ്ട്. അവൾക്ക് പെട്ടെന്നൊരു വിളിയുണ്ടാവുകയാണ്. അവൾ മുട്ടുകുത്തി നിന്ന സ്ഥലത്ത് തന്നെ അവൾ മണ്ണു മാന്തുകയാണ്. അവിടെ നിന്ന് വെള്ളം നീരുറവയായിട്ട് പുറപ്പെട്ടു. ഇന്ന് ലൂർദിനെ സമീപിക്കുന്നവരെല്ലാവരും, കണക്കുകൾ പറയുന്നത് 30 മുതൽ 50 ലക്ഷം വരെ ജനങ്ങൾ ഓരോ വർഷവും ലൂർദിലേക്ക് ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും ഈ നീരുറവയിൽ പോയി സൗഖ്യം പ്രാപിക്കാൻ, രോഗികൾക്ക് വേണ്ടി പ്രത്യേക ശാലകളൊക്കെ അവിടെ ഉണ്ടെന്ന് പറയുന്നു. ഞാൻ പോയിട്ടില്ല. അത്രയ്ക്ക് അത്ഭുത കേന്ദ്രമായിട്ട് പരിശുദ്ധ അമ്മയുടെ ആ കേന്ദ്രത്തെ ദൈവം മാറ്റിമറച്ചു. 9ാം ദർശനത്തിൽ ഒരു നീരുറവയായി. 13ാം ദർശനത്തിൽ കേൾക്കും ജനങ്ങളൊക്കെ ഒത്തിരി വർദ്ധിച്ചു. പരിശുദ്ധ അമ്മ ബെർണദിത്തയോട് പറഞ്ഞു, എനിക്കൊരു ദേവാലയം പണിയണം, നീ വികാരിച്ചനോട് അത് പോയി പറയണം. വികാരിച്ചൻ ചോദിച്ചു, നീ പറയുന്ന സ്ത്രീയുടെ പേരെന്താണ്? ബെർണദിത്തയ്ക്ക് അറിയില്ലായിരുന്നു. ബെർണദിത്ത ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 14ാം ദർശനത്തിൽ 1858 മാർച്ച് 25 തീയതി ബെർണദിത്തയോട് പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ അമലോത്ഭവയാണ്. ഐ ആം ദ ഇമ്മാക്കുലേറ്റ് മദർ ഓഫ് മേരി. അത് വികാരിച്ചനും അതുപോലെ ബിഷപ്പിനും വളരെ അനുകൂലമായിട്ടുള്ള മറുപടിയായിരുന്നു. കാരണം ഐ ആം ദ ഇമ്മാക്കുലേറ്റ് എന്ന് പറയാനായിട്ടുള്ള വിദ്യാഭ്യാസം ബെർണദിത്തയ്ക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദേവാലയം പണിയുന്നു. ഇന്ന് വലിയ ഒരു സന്ദർശന കേന്ദ്രമായിട്ട് ലൂർദ് മാറിക്കഴിഞ്ഞു. അനുദപിക്കണം എന്നുള്ള വലിയ ആഹ്വാനമാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, അനുദപിക്കണം നമ്മുടെ പാപങ്ങളെ ഓർത്ത്. ലൂർദിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടതും അതുതന്നെയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ആവശ്യപ്പെട്ടതും അതുതന്നെയാണ്, അനുദപിക്കുക. 8ാം ദർശനത്തിൽ അനുതാപം, അനുതാപം, അനുതാപം എന്ന് വിളിച്ചു പറഞ്ഞത് എല്ലാവരും തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കണം. എന്തുകൊണ്ട് മാർച്ച് മാസം 2026 പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു സന്ദേശം നൽകാനായിട്ട് എൻ്റെ മനസ്സ് പ്രേരിപ്പിച്ചപ്പോൾ നമ്മളെല്ലാവരും നോമ്പുകാലത്തിലാണ്. നോമ്പുകാലം അനുതാപത്തിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ, പാപപരിഹാരത്തിൻ്റെ, നവീകരണത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. എന്തിനാണ് എല്ലാ വർഷവും നമ്മൾ നോമ്പുകാലം അനുസ്മരിക്കുന്നത്?
ഞാനും ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഇപ്പോഴും ഏറ്റവും അടുത്ത് തന്നെയാണോ, അതോ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ എന്ന് ചിന്തിപ്പിക്കുവാൻ വേണ്ടിയായിട്ടാണ്. നമ്മൾ ചെയ്യുന്ന പാപപരിഹാര പ്രവർത്തികൾ, നമ്മൾ ചെയ്യുന്ന അനുതാപ പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന കുമ്പസാരങ്ങൾ, നമ്മൾ അനുദിനം അർപ്പിക്കുന്ന ബലികൾ, പരിശുദ്ധ കുർബാനയുടെ സ്വീകരണം, നമ്മൾ ചെയ്യുന്ന ഉപവാസങ്ങൾ, ഇതെല്ലാം നമ്മളുടെ ശരീരത്തെ തന്നെ നമ്മൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ആത്മാവിലും നിറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു കാലഘട്ടമാണ് നോമ്പുകാലം. ഇതേ ഒരു സന്ദേശമാണ് ലൂർദിലൂടെയും നമുക്ക് ലഭിക്കുക. അനുദപിക്കണം. അനുദപിച്ചിട്ട് വേണം നമ്മൾ ലൂർദിനെ സമീപിക്കുവാനായിട്ട്. അതാണ് പരിശുദ്ധ അമ്മയിലൂടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ ജപമാലയൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ തിരുസ്വരൂപങ്ങൾക്ക് മുമ്പിൽ തിരി കത്തിച്ച് പിടിക്കാറില്ലേ? യഥാർത്ഥത്തിൽ അതിനും വലിയൊരു സന്ദേശം നാം അറിയാതെ തന്നെ പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ് തിരുസ്വരൂപങ്ങൾക്ക് മുമ്പിൽ തിരി കത്തിച്ച് വെച്ചിട്ട് ജപമാല ചൊല്ലുക എന്നുള്ളത്. ഇത് 1858 ഫെബ്രുവരി 11 മുതലുള്ള ദർശനങ്ങളിൽ പരിശുദ്ധ ലൂർദ് മാതാവ് ബെർണദിത്തയ്ക്ക് കാണിച്ചു കൊടുത്തതാണ്. അപ്പോൾ തിരി കത്തിച്ച് പിടിച്ച് ഇന്ന് വലിയ വലിയ പ്രദക്ഷിണങ്ങൾ ലൂർദിൽ നിത്യവും നടക്കുമ്പോൾ അതിൻ്റെ പിറകിലുള്ള ഒരു സന്ദേശവും ഇതാണ്. ജപമാല ചൊല്ലി തിരി കത്തിച്ച് പിടിച്ച്, തിരി കത്തിക്കുക എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കലല്ലേ. നമ്മൾ അൾത്താരയിൽ തിരി കത്തിച്ച് വയ്ക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ, ദൈവത്തിൻ്റെ, ഈശോയുടെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുസ്മരണമാണ്. ഒരു ജപമാല ചൊല്ലുമ്പോഴും നമ്മൾ ചെയ്യുന്നതും അതുതന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് പരിശുദ്ധ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വലിയ അനുതാപം, നമ്മുടെ കുറവുകൾ, നമ്മുടെ പോരായ്മകൾ, നമ്മുടെ പരിമിതികളെയൊക്കെ ഓർത്ത് തീർച്ചയായിട്ടും വലിയൊരു അനുതാപത്തോടെ ആയിരിക്കണം നമ്മൾ ഈ വിശുദ്ധ നഗരം സന്ദർശിക്കേണ്ടത് എന്ന് പരിശുദ്ധമ്മ പറയുകയുണ്ടായി. കൂടാതെ ഈ അനുതാപത്തോടെ കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ രോഗശാന്തി ലഭിക്കുക. അതാണ് 9ാം ദർശനത്തിലൂടെ നീരുറവയിലൂടെ പരിശുദ്ധമ്മ വെളിപ്പെടുത്തി കൊടുത്തത്. ആ നീരുറവയിൽ നിന്ന് വെള്ളം കുടിക്കുവാനായിട്ട്, മുഖം കഴുകുവാനായിട്ട്, ശരീരത്തിലെ ഭാഗങ്ങളെല്ലാം ആ തീർത്ഥജലം കൊണ്ട് തുടയ്ക്കുവാനായിട്ട്, തഴുകുവാനൊക്കെ ആയിട്ട് പരിശുദ്ധ അമ്മയിലൂടെ ആ വലിയ ആഹ്വാനം ഇന്ന് ലോകം മുഴുവനും ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ഫെബ്രുവരി 11-ാം തീയതിയാണ്. അപ്പോൾ 1862 കാലഘട്ടങ്ങളിൽ വളരെയധികം ഫ്രാൻസിലെ ലൂർദിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ അവിടുത്തെ ബിഷപ്പ് നടത്തി റോമിലെ പിതാവിനെ അറിയിക്കേണ്ടതുണ്ടായിരുന്നു. 1876 9ാം പിയൂസ് മാർപ്പാപ്പ ഫെബ്രുവരി 1 തീർത്ഥാടന കേന്ദ്രമായിട്ട് ലൂർദിനെ പ്രഖ്യാപിക്കുക. ലൂർദ് ഫെബ്രുവരി 11 ജനനിമിഷമാവുന്ന ദിനമാണ് ലൂർദ് മാതാവിൻ്റെ തിരുനാൾ. ഓരോ തിരുനാളുകളും ലൂർദ് മാതാവിൻ്റെ തിരുനാളിൽ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ 50 ലക്ഷത്തിലധികം ജനങ്ങളാണ് അവിടെ വന്ന് കടന്നു പോകുന്നത്. അത്രയ്ക്കധികം വിശ്വാസം ലൂർദ് മാതാവിലൂടെ, അത്രയ്ക്കധികം അനുഗ്രഹം ലൂർദ് മാതാവിലൂടെ ലോകത്തിന് മുഴുവനും ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഫ്രാൻസ് ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലൂർദ്. അതുപോലെ വിശുദ്ധ ബെർണദിത്തയുടെ ശവകുടീരം നിലനിൽക്കുന്ന സ്ഥലവും അവിശുദ്ധയിലൂടെ സാധാരണക്കാരിയായിട്ടുള്ള ആത്മീയതയിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബെർണദിത്ത. നമ്മുടെ ജീവിതത്തിലും ബെർണദിത്തയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതും നമ്മളെല്ലാവരും ആത്മീയരാണ്. നമ്മുടെ ആത്മാവിനെ ഉദ്ദീപിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ പ്രായശ്ചിത്ത പ്രവർത്തികളിലൂടെ, നമ്മുടെ നന്മ പ്രവർത്തികളിലൂടെ, കുമ്പസാരത്തിലൂടെ, നിരന്തരമായ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളെ തന്നെ ഓരോ ദിവസവും ആത്മീയമായിട്ട് ഉണർത്തുമ്പോൾ ബെർണദിത്തയ്ക്ക് ലഭിച്ചതുപോലെ തീർച്ചയായിട്ടും ദൈവിക ദർശനങ്ങൾ നമുക്കും ലഭിക്കും എന്നുള്ള ആ വലിയ സന്ദേശമാണ്
ലൂർദ് മാതാവിൻ്റെ തിരുനാളിലൂടെ നമ്മൾ ഓരോരുത്തരും അനുസ്മരിക്കേണ്ടത്. ആത്മീയമായിട്ട് എത്രത്തോളം നമ്മൾ ഉയരുന്നുവോ അത്രത്തോളം ദൈവത്തോട് നമ്മൾ അടുക്കുകയാണ് ചെയ്യുക. ആ ഒരു വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അനുദിന ജീവിതത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാകാം. അനുതാപ ആകുന്ന കുമ്പസാരം എന്ന കുദാശയിലൂടെ നമുക്ക് ദൈവത്തോട് എപ്പോഴും അനുരഞ്ജനപ്പെട്ട് നിൽക്കുവാനായിട്ട്, സർവോപരി എല്ലാ കുദാശകളുടെയും കേന്ദ്രബിന്ദുവായിട്ടുള്ള പരിശുദ്ധ കുർബാന നിരന്തരമായിട്ട് സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ നിറഞ്ഞ മക്കളായിട്ട് തീരുവാനായിട്ട്, പരിശുദ്ധ കുർബാനയെ ആദ്യം വഹിച്ചവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ഉദരം പ്രഥമ സക്രാരി എന്നാണ് വിശുദ്ധർ പറയുക. ആ പരിശുദ്ധ അമ്മയിൽ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന എന്നും ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവതിരിഹിതം മാത്രം ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ബർണദിത്തയെപ്പോലെ ആത്മീയമായിട്ട് വളർന്നു വരുവാനായിട്ട്, ആത്മീയതയിൽ നിറയുവാനായിട്ട്, എപ്പോഴും ദൈവത്തെ തിരുമുമ്പിൽ ദർശിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം, പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ വലിയ മാധ്യസ്ഥം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.